കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. ഈ വീഡിയോ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഏറ്റവും എളുപ്പമുള്ള ഡിപ്ലോമ ഫിസിക്സിൽ വരുന്ന ഏറ്റവും എളുപ്പമുള്ള 7 മാർക്കിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പുള്ള ഒരു വീഡിയോ. ഇതിലും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിലുള്ള നമ്പർ മാത്രം എടുക്കുക. A 24 makes one complete vibration in 1/200 seconds. If the velocity of sound in air is 340 meters per second, find the wavelength of the sound waves produced by the tuning fork. Tuning fork നമ്മുടെ അവിടെ ഒരു K നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതേക്കുറിച്ചൊന്നും കൂടുതലൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ മാത്രം പഠിക്കാം. അതാണ് ഇപ്പൊ നമ്മുടെ എയിം. ആകെ ഒരു 1/200 എന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരു നമ്പർ. സെക്കൻഡ് എന്നാണ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്, അത് ഓർക്കുക. സെക്കൻഡ് എന്ന ടൈമാണ്. 1/200 എന്ന് കാണുന്നത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ്, പിന്നെ കാണുന്ന നമ്പർ 340 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 340 മീറ്റർ പെർ സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. 340 അത് മതി. ഫൈൻഡ് ദ വേവ് ലെങ്ത്, അതാണ് ചോദ്യം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇതിൽ തന്നിട്ടുള്ളൂ. ഇതിൽ തന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് എഴുതാം. സെക്കൻഡ് ആയതുകൊണ്ട് ടൈം ആണ് തന്നത്, ടൈം പീരീഡ്. പിന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിൽ വി എന്ന് എഴുതാം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ലാംഡ. ഇവിടെ സാധാരണ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ 3 കുറച്ച് കാര്യങ്ങൾ നോളജ് മാത്രം മതി നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ട് V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ഇങ്ങനെ മനസ്സിലായാൽ എഴുതിയാൽ വളരെ എളുപ്പമാണ്. V ബൈ എഫ് ഈസ് ഈക്വൽ ടു ലാംഡ, അല്ലെങ്കിൽ V ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എഫ്, ഇതൊക്കെ കിട്ടും. V ബൈ എഫ് ഈസ് ഈക്വൽ ടു ലാംഡ, V ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എഫ്, V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതാണ് ഇക്വേഷൻ. ഇതിൽ ഒറ്റ കാര്യം കൂടി ഇതിൽ അറിഞ്ഞിരിക്കണം. F ഈസ് ഈക്വൽ ടു 1/t. ഈ കാര്യം ഇതെല്ലാത്തിലും അറിയേണ്ടതില്ല. ഡയറക്റ്റ് എഫും വിയും ലാംഡയും തരും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ടിയും വിയും ലാംഡയും ആണ്. ലാംഡ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ്. ഇവിടെ ലാംഡയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ലാംഡ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V ബൈ എഫ്. ഇതാണ് നമുക്ക് ആകെ ആവശ്യമുള്ള കാര്യം. പക്ഷെ ഇതിൽ എഫ് തന്നിട്ടില്ലല്ലോ. എഫ് തരാത്തത് കൊണ്ട് ഇവിടെ ഒറ്റ കാര്യം ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത്. നോക്ക്, എഫ് തരാത്തത് കൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു 1/t എന്നാണ്. എഫ് ഈസ് ഈക്വൽ ടു 1/t. അപ്പോ ഈ 200 എന്ന സംഭവമാണ്, ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. T ഈസ് ഈക്വൽ ടു 1/f ആണ്, F ഈസ് ഈക്വൽ ടു 1/t. ഇതിന്റെ റെസിപ്രോക്കൽ ആണ്. അതുകൊണ്ട് നിങ്ങൾ T തന്നാൽ 1/200 എന്ന് തന്നാൽ എഫിന് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു 200 ആയിരിക്കും. വേറെ ഒന്നും ആലോചിക്കേണ്ട. എഫ് ഈസ് ഈക്വൽ ടു 200 ആയിരിക്കും. കാരണം ഇങ്ങനെയും വരും. എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ്, T ഈസ് ഈക്വൽ ടു 1/f. അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻ ഉണ്ട്. അപ്പം ഈ 1/200 എന്ന് തന്നതുകൊണ്ട് എഫ് 100 ആണ്. ഇനി നമുക്ക് ലാംഡ കാണാൻ ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ലാംഡ ഈസ് ഈക്വൽ ടു V ബൈ എഫ്. അങ്ങനെയാകുമ്പോൾ V എന്താണ്? വിയുടെ സ്ഥാനത്ത് ഒരു പണിയില്ല, 340. ഈ V എവിടുന്നാണ് കിട്ടിയത്? ഇവിടുന്നാണ് ഈ V കിട്ടിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാ, വേറെ ഒന്നുമില്ല. 3/40 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എഫ്? എഫ് ഇവിടെ 1/200 എന്ന് T തന്നത് കൊണ്ട്, അതായത് ടൈം പീരീഡ് ആണത്. എഫ് 200 എന്ന് എഴുതും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാം. V ബൈ എഫ് ലാംഡ. വേവ് ലെങ്ത് നമുക്ക് കിട്ടി, ഇത്രേ ഉള്ളൂ. ഇതിന് 200 340/200 നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിക്കാം, വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. 34 ഡിവൈഡഡ് ബൈ 20 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 34 ഡിവൈഡഡ് ബൈ 1.7 എന്നാണ് ആൻസർ കിട്ടുക. ഈ സീക്വൽ 1.7 അത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. 34/20 അല്ലെങ്കിൽ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് 7 മാർക്ക് കിട്ടും. വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ 7 മാർക്ക് കിട്ടും. ഫിനിഷ്ഡ്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്ത് ഒന്നുകൂടി പറയാം. ഇതിലെ 1/200 നമ്മൾ ടൈമായിട്ട് എഴുതുന്നു. അപ്പൊ എഫും വിയും ലാംഡയും ആണ് നമുക്ക്, വിയും എഫും ലാംഡയും ആണ് നമുക്ക് വേണ്ടത്. വിയും എഫും ലാംഡയും ആണ് നമുക്ക് വേണ്ടത്. വിയും എഫും ലാംഡയും ആണ് വേണ്ടത്. ഒന്നുകൂടി പറയാം, വിയും എഫും ലാംഡയും ആണ് നമുക്ക് വേണ്ടത്. അപ്പം
ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ടി ആണ് തന്നത്, എഫ് ഇല്ല, വിയും എഫ് ഇല്ല, പകരം വി ഉണ്ട്, എഫിന് പകരം ടൈം പീരീഡ് ഉണ്ട് 1/200. അതിൽ നമ്മൾ എഫ് കണ്ടുപിടിക്കും. 1/200 എഫ് ലാംഡ ബി, ഈ 3 എണ്ണവും ശ്രദ്ധിക്കുക, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ 3 എണ്ണവും നമുക്ക് കിട്ടി. ഈ 3 എണ്ണത്തില് ലാംഡ മാത്രം കണ്ടുപിടിക്കണം, വി ഉണ്ട്, എഫ് ഇതിൽ നിന്ന് നമ്മൾ എഴുതി. ക്ലിയർ? ഇനി ഇതേ ക്വസ്റ്റ്യൻ ചില സമയത്ത് ഇവിടെ തരുന്നത് പിന്നെ ടൈം പീരീഡ് അല്ല, പകരം ഡയറക്റ്റ് എഫ് തരും. 200 നിന്ന് തന്നെ ഡയറക്റ്റ് തരും. ഡയറക്റ്റ് തന്നാൽ ഈ 1/t എഴുതേണ്ട, ഈ 3 എണ്ണം മാത്രമേ ഉണ്ടാവും. അതാ മാറ്റം. അതായത് ടൈം പീരീഡ് സെക്കൻഡ് തന്നാൽ മാത്രം, അല്ലാതെ ഫ്രീക്വൻസി എന്ന് തന്നെ തരും. അങ്ങനെയാകുമ്പോൾ എളുപ്പമാണ്, കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, ഫ്രീക്വൻസി ഈസ് 200 എന്ന് തന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എളുപ്പത്തിൽ കിട്ടും. അതായത് വിയും ലാംഡയും എഫും എല്ലാം അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഈസിയാണ്. ഇത് കുറച്ചുകൂടി ടഫ് ഉള്ളത്, അതായത് ഇതിലൊരു വെറൈറ്റി മോഡൽ ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ? 7 മാർക്കിന് ഇല്ല, ഇത് 7 മാർക്ക്, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. വളരെ ഈസി. ഗുഡ്.